ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം ഏതാനും ആഴ്ചകൾ കഴിഞ്ഞ് ലോകത്തോട് വിട പറയുന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മരണം മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന മഹാനവറുകൾ, ഇലാഹി ത്വാല ഉംരി വറഖ അദ്മി അല്ലാഹുമ്മ അർഹം ളഅഫീ. പരിശുദ്ധമായ ജംറകളെ എറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധമായ മിനാ താഴ്വരയിൽ മലർന്നു കിടന്ന് മണ്ണിൽ പുരണ്ട് മഹാനായ ഫാറൂഖ് തങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്: അല്ലാഹുവേ, ഉമറിന്റെ ദൗർബല്യത്തോട് കരുണ കാണിക്കണമേ. എങ്ങനെ ഓടി നടന്ന ആളാ, എത്രയാളുകളുടെ കരുത്തുണ്ടായിരുന്ന ആളാണ്, ശരീരം ദുർബലമാണ് റബ്ബേ. ഉമറിന് മുമ്പത്തെ പോലെ ഓടാനോ നടക്കാനോ കഴിയുന്നില്ല റബ്ബേ. ത്വാല ഉംരി, വയസ്സായി റബ്ബേ. വറഖ അദ്മി, എന്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു റബ്ബേ. ഫർഹം ളഅഫീ, എന്റെ ദുർബലത കണ്ടെങ്കിലും എന്നോട് കരുണ കാണിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഹജ്ജിൽ നിന്ന് ഉംറ എന്നവർ വരുന്നത്. ലജ്നാനിൽ എത്തി നിൽക്കുമ്പോ ചെറുപ്പകാലം കഴിച്ചുകൂട്ടിയ ലജ്നാനിന്റെ മക്കയുടെ ഓർമ്മകൾ, ആടുമേച്ച് നടന്നിരുന്ന കാലഘട്ടം ഇങ്ങനെ ഓർത്തെടുത്തുകൊണ്ട് ഫാറൂഖ് തങ്ങൾ പാടുകയാണ്: ലാ ശൈഅ മിമ്മാ തറാ തബ്ഖാ ബശാശതുഹു. നിങ്ങൾ കാണുന്ന ഒന്നിന്റെയും സുമുഖതയോ സൗരഭ്യമോ സുഗന്ധമോ സൗന്ദര്യമോ ഒന്നും എന്നും നിലനിൽക്കാൻ പോകുന്നില്ല. ആണിന്റെയോ പെണ്ണിന്റെയോ സൗന്ദര്യം അത് ഇല്ലാതെയായി പോകും. ആണിന്റെയോ പെണ്ണിന്റെയോ ആരോഗ്യം അത് ഒരു നാൾ ദ്രവിച്ചു പോകും, ഇല്ലാതെയാകും. ഭൂമിയുടെ, വീടിന്റെ, വാഹനത്തിന്റെ, മക്കളുടെ, സമ്പത്തിന്റെ എല്ലാ പൊലിമയും മങ്ങിപ്പോകുന്ന ഒരു സമയം വരാനുണ്ട്. എത്ര മനോഹരമായ ആശയം! ലാ ശൈഅ മിമ്മാ തറാ തബ്ഖാ ബശാശതുഹു. എല്ലാം പൊലിഞ്ഞു പോകും, യൗവനം അസ്തമിച്ചു പോകും, യൗവനം അസ്തമിച്ചു പോകും. സുന്ദരിമാരും നടിമാരും സൂപ്പർ സ്റ്റാറുകളുമൊക്കെ ആയി നടന്നിരുന്ന ആളുകളുടെ പിൻകാലം നോക്കുമ്പോൾ ഇന്ന് വാർദ്ധക്യത്തിന്റെ അവശതകളിൽ നടക്കുന്നത് നമ്മൾ കാണുന്നില്ലയോ? ആ അവശത നമ്മിലേക്കും കടന്നു വരില്ലേ? നമ്മൾ എന്താ ഓർക്കാത്തത്? സൗന്ദര്യം അവസാനിക്കും, ആരോഗ്യം അവസാനിക്കും, എല്ലാം നഷ്ടപ്പെടും. ലാ ശൈഅ മിമ്മാ തറാ തബ്ഖാ ബശാശതുഹു. ആരാണ് ബാക്കിയാകുന്നത്? യബ്ഖൽ ഇലാഹ്, അല്ലാഹു ജല്ല ജലാലു മാത്രമാണ്. ലാ തഅഖുദുഹു സിനതും വലാ നൗം. ഒരു ക്ഷീണമോ ഒരു ഉറക്കമോ ഒരു തൂങ്ങിയുറക്കമോ ഒരു ഉറക്കത്തിന്റെ ലാഞ്ചനയോ ഒന്നുമേ ഇല്ലാതെ എന്നെന്നും അജയ്യനായി നിലനിൽക്കുന്നത് ഒരേ ഒരാൾ മാത്രം, അത് ഇലാഹായ അല്ലാഹുവാണ്. വയഫ്നൽ മാലു വൽ വലദു, മക്കളും സമ്പത്തുമെല്ലാം നശിച്ചു പോകും. വജ്നാനിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്: ലം തുഗ്നി അൻ ഖൈസരിൻ യൗമൻ ഖസാഇനുഹു വൽ ഖുൽദു ഖദ് ഹാവലത് ആദുൻ ഫമാ ഖലദു. ലം തുഗ്നി അൻ ഖൈസരിൻ യൗമൻ ഖസാഇനുഹു ഖദ് ഹാവലത് ആദുൻ വൽ ഖുൽദു ഖദ് ഹാവലത് ആദുൻ ഫമാ ഖലദു. യൂറോപ്യൻ നാടുകളുടെ അധിപനായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കൈസർ, അദ്ദേഹത്തിന്റെ ഖജനാവുകളെ കൊണ്ട് മരണത്തെ തടുക്കാൻ കൈസറിന് സാധിച്ചുവോ? കൈസർ ചക്രവർത്തിക്ക് കഴിഞ്ഞോ? വൽ ഖുൽദു ഖദ് ഹാവലത് ആദുൻ ഫമാ ഖലദു. ആദ് സമൂഹം മരണത്തെ അതിജീവിക്കാൻ ശ്രമിച്ചവരാണ്. പക്ഷേ മരണം അവരെ പിടികൂടുകയല്ലേ ഉണ്ടായത്, അവർക്കും മരണം സംഭവിച്ചില്ലയോ? വലാ സുലൈമാനു ഇദ് തജ്രിൽ റിയാഹു ലഹു വൽ ജിന്നു വൽ ഇൻസു ഫീമാ ബൈനഹാ ബരിദു. പ്രവാചകന്മാരിലെ ശ്രേഷ്ഠനായ ദാവൂദ് നബിയുടെ മകൻ സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിമുസ്സലാം
ജിന്നുകളും പിശാചുക്കളും മനുഷ്യരും തോഴന്മാരും അടിമകളും സേവകന്മാരുമായി കാറ്റിൽ സഞ്ചരിച്ചിരുന്ന മഹാപ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം ഐനൽ മുലൂക്, എവിടെ പോയി രാജാക്കന്മാരെല്ലാം? എല്ലാവരും പോയില്ലയോ? ലോകത്തെ ഏറ്റവും വലിയ സമത്വത്തിന്റെ, ഐക്യത്തിന്റെ, ഏകതയുടെ, സമഭാവനയുടെ അടയാളം എന്ന് പറയുന്നത് ശവക്കല്ലറകളാണ് എന്ന് പണ്ഡിതന്മാർ പറയും. അത് മഖ്ബറകളാണ്. അവിടെയാണ് സമത്വം. അടിമയും ഉടമയും മുതലാളിയും തൊഴിലാളിയും പാവപ്പെട്ടവനും പണ്ഡിതനും പാമരനും എല്ലാം ഒരുമിച്ച് ഒരേ സൊഫിൽ, ഒരേ മണ്ണിൽ, ഒരേ മൈതാനത്ത് ഒരുമിച്ച് കിടക്കുന്ന സമഭാവനയോളം ലോകത്ത് സമത്വത്തിന്റെ അടയാളം വേറെവിടെയാണുള്ളത്? പള്ളിക്കാട്ടിലല്ലാതെ. ഐനൽ മുലൂക്, ഇത് പാടുന്നത് സാധാരണ മനുഷ്യനല്ല, ഹബീബിന്റെ പ്രിയപ്പെട്ട അനുയായിയും സ്വഹാബിയും ഖലീഫയുമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാൻ. ഐനൽ മുലൂകുല്ലതി കാനത് ബിഇസ്സതിഹാ മിൻ കുല്ലി സൗബിൻ ഇലൈഹാ വാഫിദുൻ യഫിദു ഹൗദുൻ ഹുനാലിക മൗറൂദുൻ ബിലാ കദിബി. എല്ലാ രാജാക്കന്മാരും മണ്ണറയിലേക്ക് പോയി കഴിഞ്ഞില്ലയോ? എല്ലാ വീമ്പിളക്കിയവരും ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞില്ലയോ? ഇത് എന്റേതാണ്, എനിക്ക് വേണം ഈ നാട്, ഈ നാട് എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവനവനെ എത്തിപ്പിടിക്കാൻ കഴിയാത്തതും എത്തിപ്പിടിക്കാൻ ശ്രമിച്ച, ലോകത്തെ നാട് പിടിക്കാൻ വേണ്ടി ചൈത്രയാത്രകൾ ചെയ്ത രാജാക്കന്മാരൊക്കെ എവിടെ പോയി? എല്ലാം മണ്ണിലേക്ക് ചേർന്നു കഴിഞ്ഞില്ലയോ? എന്തൊരത്ഭുതമാണ് ലോകം! ഐനൽ മുലൂകുല്ലതി കാനത് ബിഇസ്സതിഹാ മിൻ കുല്ലി സൗബിൻ ഇലൈഹാ വാഫിദുൻ യഫിദു. എത്രയോ സംഘം ആളുകൾ, രാജ്യത്തിന്റെ പ്രതിനിധികൾ ആ രാജാക്കന്മാരെ കാണാൻ വന്നിരുന്നുവല്ലോ. അവരൊക്കെ ഇപ്പൊ എവിടെ പോയി? എവിടെയാണ് അവരൊക്കെ? ഫിൽ മഖാബിർ, മഖബറകളിൽ കിടക്കുകയാണ്. ഹൗദുൻ ഹുനാലിക മൗറൂദുൻ ബിലാ കദിബി. അതുകൊണ്ട് എല്ലാവരും, ഈ ഉമറും പോകേണ്ടവർ തന്നെ, ഉമറും ഇവിടുന്ന് യാത്ര പോകും. റളിയല്ലാഹു അൻഹു പറയാൻ, ഞാനും ഇവിടുന്ന് യാത്ര പോകും, എല്ലാ മനുഷ്യരും യാത്ര പോകും. അങ്ങനെ ആ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗമസ്ഥാനം എന്ന് പറയുന്നത് പുണ്യ ഹബീബിന്റെ ഹൗദൽ കൗസറിന്റെ അരികത്ത് പോകുന്ന നേരമാണ്. ആ ഒരു വെള്ളം കുടിക്കാൻ മനുഷ്യൻ ദാഹിക്കുന്ന ഒരു സമയമുണ്ട്. ഒരു ദിവസത്തെ നോമ്പെടുത്താൽ നമുക്ക് നോമ്പ് മുറിക്കാൻ ദാഹിക്കുന്ന ദാഹമെന്ന് ഓർത്തു നോക്കൂ. മഗ്രിബിന്റെ വാങ്ക് വിളിക്കാൻ നമ്മൾ കാതോർക്കുന്ന ആകാംക്ഷയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. في يوم كان مقداره 50,000 سنة مما تعدون. നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ഒരു ദിവസമാണ് മഹ്ശറയുടെ ദിവസമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ആ ഒരു ദിവസത്തിന്റെ ദൈർഘ്യത്തിൽ മനുഷ്യർക്കുണ്ടാകുന്ന ദാഹം എത്ര വലിയ ദാഹമായിരിക്കും! ഹൗലുൻ ഹുനാലിക മൗറൂദുൻ ബിലാ കദിബി. തീർച്ചയായും ഒരിറ്റ് വെള്ളം വേണം എന്ന മനുഷ്യൻ കൊതിക്കുന്ന ഒരു നേരമുണ്ട്. ആ വെള്ളം നൽകപ്പെടുന്ന ഒരേ ഒരിടം നാളെ ഹബീബിന്റെ കൗസറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ ലാ ബുദ്ദ മിൻ യൗമിഹി لا بد من ورده يوما كما وردوه. ആ ഒരു നാളിലേക്ക് വേണ്ടി കാത്തിരിക്കുന്നവനല്ലയോ മനുഷ്യൻ? യൗവനം തൊട്ട് ഓടിച്ചാടി ഉണ്ടാക്കിയ കാശുകൾ എന്തായി? പണം എവിടെ പോയി? സമ്പാദ്യം എവിടെ പോയി? ഉണ്ടാക്കി വെച്ച ബാങ്ക് ബാലൻസുകൾ എവിടെ പോയി? എല്ലാം മണ്ണറയിലേക്ക് പോകുന്ന മനുഷ്യൻ ഇവിടെ ഇട്ടേച്ചുകൊണ്ടല്ലേ പോകുന്നത്? ആകെ വേണ്ടത് ഒരിറ്റു ദാഹജലമാണ്. ആ ദാഹജലം നൽകുന്നതോ ലോകത്തിന്റെ റഹ്മത്തായി വന്ന അൽ റഹ്മത്തുൽ മുഹ്ദാ
സഫ്വത്തുല്ലാഹി ഫീ ഖൽഖിഹി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ അരികത്തേക്ക് നമ്മൾ എത്തേണ്ടതുണ്ടല്ലോ. അവരൊക്കെ പോയ പോലെ നമ്മളും എത്തേണമല്ലോ എന്ന് പറഞ്ഞ് ഹൗദുൽ കൗസറിന്റെ കഥ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരികൾ അവസാനിപ്പിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലജ്നാനിലെത്തി നിൽക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ നേർചിത്രമാണത്. ആരായിരുന്നു ഉമർ എന്നവർ? ഈ കിസ്റയും കൈസറും ഉമർ എന്നവർ വരുന്നു, ഉമർ എന്നവർ പറയുന്നുണ്ട്, ഉമർ എന്നവർ ചോദിക്കുന്നുണ്ട്, ഉമർ എന്നവർ ആവശ്യപ്പെടുന്നുണ്ട് എന്ന മെസ്സേജ് വരുമ്പോഴേക്കും അവരുടെ സിംഹാസനങ്ങൾ പിടക്കുമായിരുന്നു, വിറയുമായിരുന്നു. ആ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മണ്ണിൽ തലവെച്ചുകൊണ്ട് ലഅല്ലല്ലാഹ യർഹമു ദഅഫീ, മണ്ണ് കബളിൽ ചേർത്ത് വെച്ച് പരിശുദ്ധമായ മിനാ താഴ്വരയിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് മണ്ണിൽ കിടക്കുമ്പോ സ്വഹാബ് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവേ, എന്തിനാണ് നിങ്ങൾ ഈ മണ്ണിൽ കിടക്കുന്നത്? മുഖത്തുനിന്ന് മണ്ണൊന്ന് മാറ്റിക്കൂടെ എന്ന് പറയുമ്പോ മഹാനവറുകൾ പറയുന്ന മറുപടിയുണ്ട്, ലഅല്ലല്ലാഹ യർഹമു ദഅഫീ, എന്റെ ഈ ദുർബലത കാണുമ്പോ അല്ലാഹു എന്നോട് റഹ്മത്ത് തോന്നിയെങ്കിലോ, ആ റഹ്മത്താണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലാ ലീ വലാ അലയ്യ. ഫാറൂഖ് റളിയല്ലാഹു അൻഹു മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുമ്പോ ചില ആളുകളൊക്കെ വന്ന് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഉഹന്നീകൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ടല്ലോ അമീറുൽ മുഅ്മിനീൻ, എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? വയറിന് കുത്തേറ്റ് കുടൽമാലകൾ പുറത്തേക്ക് വന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ പിതാവിന്റെ വയറ്റിൽ നിന്ന് വരുന്ന രക്തം പിടിച്ചു നിർത്താൻ വേണ്ടി ഞാൻ ആ വയറിലൊന്ന് കൈവച്ചു നോക്കുമ്പോൾ എന്റെ കൈ എന്റെ പിതാവിന്റെ വയറ്റിനുള്ളിലേക്ക് കിടക്കുന്നത് ഞാൻ കണ്ടു. അത്രമേൽ ആഴത്തിൽ മുറിവ് പറ്റി കിടക്കുന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഒരുപാട് ആളുകൾ വന്ന് മഹാനവറുകളെ ആശ്വസിപ്പിച്ചു കൊണ്ടുപോവുകയാണ്. വരുന്നവരിലുണ്ട് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഹബ്റുൽ ഉമ്മ. ഈ ഉമ്മത്ത് കണ്ട പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ തലയെടുപ്പുള്ള ഖുർആൻ മുഫസ്സിറും ഹബീബിന്റെ ഇബ്നു അമ്മുമായ മഹാനായ സയ്യിദും തങ്ങളുമായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അമീറുൽ മുഅ്മിനീൻ طالما سمعنا رسول الله صلى الله عليه وسلم يقول ذهبت أنا وأبو بكر وعمر خرجت أنا وأبو بكر وعمر دخلت أنا وأبو بكر وعمر أمير المؤمنين പുണ്യ റസൂൽ എത്ര തവണയായിരുന്നു പറഞ്ഞത്, ഞാനും അബൂബക്കറും ഉമറും, ഞാനും അബൂബക്കറും ഉമറും പോകുമ്പോ, ഞാനും അബൂബക്കറും ഉമറും വരുമ്പോ, ഞാനും അബൂബക്കറും ഉമറും കടന്നു ചെല്ലുമ്പോ, ഇങ്ങനെ നിങ്ങളുടെ പേര് ചേർത്ത് പറയാത്ത, നിങ്ങളെ ചേർത്ത് വിളിക്കാത്ത അവസരങ്ങളുണ്ടോ ഉമറേ? എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾക്ക് സ്വർഗമല്ലേ? ഹനീഅൻ ലകൽ ജന്ന എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തലക്കരികിൽ വന്നുകൊണ്ട് സ്വഹാബിമാർ മരണത്തോട് നേർചിത്രം കണ്ടുകൊണ്ടിരിക്കുന്ന, മരണത്തെ പുൽകാൻ പോകുന്ന ലോകത്തിന്റെ പ്രഗത്ഭനായ അമീറുൽ മുഅ്മിനീൻ എന്ന് ലോകം ഓമനെ പേരിട്ട് വിളിച്ച ഖുലഫാഉർ റാഷിദീങ്ങളുടെ തലയെടുപ്പുള്ള ഖലീഫയായ താനിൽ ഖുലഫാ സാഹിബ് റസൂലില്ലാഹി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സ്വർഗം ആശംസ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വന്നപ്പോ ഈ ഉമർ എന്നവർ പറഞ്ഞ വാക്കാണ് വദിച്ചു. നിങ്ങളൊന്ന് നിർത്തുമോ? ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ്. എന്നെ കുറിച്ചുള്ള പുകഴ്ത്തലൊന്ന് നിർത്തുമോ? നിങ്ങളാരും എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയല്ലേ, നിങ്ങളാരും എന്നെ ഇങ്ങനെ പൊക്കി പറയല്ലേ. ഞാനും ഹബീബും ജീവിച്ച കാലഘട്ടത്തിലെ ആ സന്ദർഭങ്ങളൊക്കെ പറഞ്ഞ് ഞാനൊരു വലിയ ആളാണെന്ന് പറഞ്ഞ് എന്തിനാണ് നിങ്ങൾ ഈ പറയുന്നത്? ഒന്ന് നിർത്തുമോ? വദിച്ചു ലൗ അഖ്റുജു മിൻഹാ കഫാഫാ, ഈ ലോകത്ത് നിന്ന് ഞാൻ എൻ്റെ മണ്ണിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ കഫാഫൻ, ഉമറിന് ഒരു നേട്ടവുമില്ല, എന്നാൽ ഉമറിന് നഷ്ടവുമില്ല. അത്ര മതി, ഞാൻ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ ഉമർ നാളെ നരകത്തിലേക്ക് പോകരുത്, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗം കിട്ടണം, ആഗ്രഹമുണ്ട്, അവകാശമില്ല ഉമറിന്. വദിച്ചു, ഞാൻ കൊതിക്കുകയാണ്. ലൗ അഖ്റുജു മിൻഹാ കഫാഫൻ ലാ അലയ്യ,
വലാ ലീ, എനിക്ക് അനുകൂലമോ എനിക്ക് പ്രതികൂലമോ അതൊന്നുമല്ല ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി, ഒന്ന് ഈമാൻ സലാമത്തായാൽ മതി. ഇത് മാത്രമേ ഉമർ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾ ഈ പറച്ചിലൊന്ന് നിർത്തുമോ എന്ന് വയറ് കീറി നിന്ന് ചോര കൊണ്ട് കുളിച്ചു നിൽക്കുമ്പോൾ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നോക്കണേ, ഇത്രമേൽ ത്യാഗം ചെയ്ത ഒരു മഹാൻ അവസാന നേരത്ത് പറയുന്ന ഈ വാക്കുകൾ മനുഷ്യ ജീവിതത്തിന്റെ മൂല്യവും ജീവിതം എന്താണ്, എവിടേക്കാണ് നമ്മൾ ഈ കിതക്കുന്നത്, എന്തിനെ ഓടിപ്പിടിക്കാനാ നമ്മൾ ഈ പെടാപ്പാടുപെടുന്നത്, നമ്മൾ പലിശക്ക് കൊടുക്കുന്നത്, പലിശക്ക് വാങ്ങിക്കുന്നത്, ആർഭാടം നടത്തുന്നത്, നുണ പറയുന്നത്, തോന്നിവാസങ്ങൾ ചെയ്യുന്നത്, അരുത് എന്ന് പടച്ചവൻ പറഞ്ഞത് വാരി തിന്നുന്നത് എന്തിനാണ്? അവസാനം എന്താ കിട്ടാനുള്ളത്? ഈ ഒരു മരണത്തിലേക്ക് പുലുകുമ്പോൾ എന്താ നമുക്ക് ഉപകാരത്തിന് വരുന്നത്? നോക്കണേ, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്ക് നമ്മൾ ഓൽക്കുമ്പോൾ തിന്മകളിലേക്ക് മനുഷ്യൻ പോകാതെ നമ്മുടെ ഈമാനിനെ മുറുകെ പിടിച്ച് ഇനിയുള്ള ശ്വാസങ്ങൾ നമുക്ക് ബാക്കിയുള്ളത് അള്ളാഹുവിന്റെ വഴിയിലേക്ക് പടച്ചവൻ ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാൻ കഴിയണം എന്ന ഒരു ദൃഢപ്രതിജ്ഞ ഈ സദസ്സിൽ നമ്മൾ എടുക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുമ്മ ഇന്നാ نسألك الجنة ونعيمها اللهم إنا نسألك إيمانا يباشر قلوبنا. അല്ലാഹു ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ടറിയുന്ന ഈമാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തണുപ്പിച്ചു തരുന്ന ഈമാൻ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് കുളിർമ നൽകുന്ന ഈമാൻ അല്ലാഹു നീ ഞങ്ങൾക്ക് നൽകണമേ. അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ